തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലുണ്ടായ അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. അശ്രദ്ധമായി ഓടിച്ച കാർ ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജു, വളരെ വേഗത്തിൽ വന്നു കയറുകയായിരുന്നു. ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ ചവിട്ടിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ച് ചവിട്ടിയതാണ് ഈ അപകട കാരണം എന്ന വിശദീകരണമാണ് പുറത്തു വന്നത്. എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അഞ്ജു? ബിനിൽ, ഉച്ചയ്ക്ക് 12:30 ഈ അപകടം നടക്കുന്നത്. CCTV-യിൽ ആ സമയം വ്യക്തമായി കാണാം. ഒരുപക്ഷെ ആശുപത്രിക്ക് മുമ്പിൽ നിന്ന് ആ ഫുട്പാത്തിലേക്ക് അവിടെ നിന്ന് ആളുകൾ കയറുന്നത് അതേ സമയത്ത് ഈ കാറ് അതിവേഗത്തിൽ വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ നെഞ്ചിടിപ്പോടെ അല്ലാതെ ഈ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കില്ല. എന്തായാലും കണ്ട ദൃക്സാക്ഷികളൊക്കെ അത്തരത്തിലാണ് പറയുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓട്ടോ ഡ്രൈവർമാരായിട്ടുള്ള ഷാഫി, സുരേന്ദ്രൻ, കുമാർ, യാത്രക്കാരായിട്ടുള്ള ശ്രീപ്രിയ, അഞ്ജനയൻ, ഇവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ അപകടത്തിൽ. ഇതിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. എല്ലാവർക്കും തലക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. പ്രധാനമായിട്ടും വാഹനം ഓടിച്ച വിഷ്ണുനാഥും അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള വിജയനും ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ പരിശീലനത്തിനിടെ അബദ്ധത്തിൽ ആണ് ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ കാലമർത്തിയത് എന്നതാണ്. പക്ഷേ നേരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പരിശീലനം നൽകുമ്പോൾ പാലിക്കേണ്ട ഒരു നിബന്ധനകളും പാലിക്കാതെയാണ് ഈ വാഹനം ഓടിച്ചിരിക്കുന്നത്. മാത്രമല്ല 2019 ലൈസൻസ് എടുത്ത സ്വദേശി ഇപ്പോൾ പരിശീലിക്കേണ്ട ആവശ്യം എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപകടത്തിന്റെ നേർചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വലിയ തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ്. ഈ ആശുപത്രിയുടെ തൊട്ട് മുമ്പിലാണ് ഈ അപകടം നടക്കുന്നത്. ഈ ആളുകളൊക്കെ റോഡിലേക്ക് കൂടി യാത്ര ചെയ്യാൻ പേടിച്ചിട്ടാണ് ഫുട്പാത്തിലേക്ക് കൂടി യാത്ര ചെയ്യുന്നത്. അവിടെയും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത് എന്നതാണ് ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കുന്നത്. എന്തായാലും കാറിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ട്. ഈ അപകടത്തിൽ പരിക്ക് പറ്റിയ സ്വദേശിയായിട്ടുള്ള ശ്രീപ്രിയയും ഒപ്പം തന്നെ ആഞ്ജനയും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ കൂടിയാണ് എന്നത് നേരത്തെ പുറത്തു വന്ന വിവരങ്ങളാണ്. ബിനിൽ, അഞ്ജു, നോക്കൂ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം അഞ്ജു പറഞ്ഞതുപോലെ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. നോക്കൂ, ആ പുറത്തേക്ക് ഇറങ്ങി വന്ന ആ 2 പേർ, ഒരു യുവതിയും ഒരു യുവാവും, അവർ ഓടി മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുന്നില്ല. അതിന് തൊട്ടു പുറകിൽ ഒരു ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആ ചേച്ചി ഒന്ന് ഇങ്ങോട്ടേക്ക് മാറിയത് കൊണ്ടാണ് ആ ചേച്ചി രക്ഷപ്പെട്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഓട്ടോക്കാരുണ്ടായിരുന്നു. ഓട്ടോ സ്റ്റാൻഡാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇവരുടെ ഈ വാഹനം ഓടിച്ച ആളുകൾക്ക് കാര്യമായ പരിക്കുകളുണ്ടോ? അവരുടെ സ്ഥിതി എന്താണ്? അവരിപ്പോൾ ചോദ്യം ചെയ്യുകയാണോ? ബിനിൽ, ഈ വിഷ്ണുനാഥിനും ഒപ്പം തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ഇവരുടെ അമ്മാവനായിട്ടുള്ള വിജയനും പരിക്കുകളൊന്നുമില്ല. ഇവർ ഈ സംഭവത്തിന് ശേഷം പുറത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകിയതുമാണ്. അവർക്ക് പരിക്കുകളൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടു നിന്ന ആളുകൾക്ക് അത് ഞെട്ടലോടുകൂടി മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഈ തെറിച്ചു വീഴുകയായിരുന്നു ആളുകൾ ഈ ഫുട്പാത്തിൽ. ഈ വാഹനം കൈവരി തകർത്ത് ഈ ആളുകളെ ഇടിച്ച് എന്നിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ട ആളുകളൊക്കെ ഓടിക്കൂടി നിലവിളിക്കുന്നതൊക്കെ കാണാൻ പറ്റും നേരത്തെ ദൃശ്യങ്ങളിൽ. പക്ഷേ നിലവിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ പോലീസ് വാഹനത്തിന്റെ വേഗത ഒപ്പം ഈ ചോദ്യം ചെയ്യലിനോ ഇപ്പോഴും അവർ കസ്റ്റഡിയിലാണ്, കന്റോൺമെന്റ് കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ പരിക്കേറ്റ ആളുകളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. 4 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് ഉള്ളത്. തലക്ക് പരിക്കേറ്റ സ്ത്രീയുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ അല്പം മുമ്പാണ് പരിശോധിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭ്യമായിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.